ചത്താണെങ്കിൽ ചമഞ്ഞു കെടുക്കണം എന്ന് കേട്ടിട്ടില്ലേ? അത് സീരിയസ് ആയിട്ട് എടുത്തവരാണ് ഈജിപ്തിലെ ഫറോവമാര്. മരണശേഷവും ജീവിതം ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഈജിപ്തിലെ ആളുകൾ. അതുകൊണ്ട് തന്നെ അവർ മരിച്ചതിന് ശേഷം അവരുടെ ബോഡി മമ്മിഫിക്കേഷൻ പറയുന്ന വലിയൊരു പ്രോസസ്സ് ചെയ്തതിനു ശേഷം സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ഈജിപ്തിലെ വലിയ വലിയ രാജാക്കന്മാരെ ഫറോവമാരെന്നാണ് പറയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഫറോവമാര് ജീവിച്ചിരിക്കുമ്പോ തന്നെ അവർ മരിച്ചതിന് ശേഷം അവരടക്കം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അവരുടെ മരണശേഷം അവരുടെ മമ്മീസിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവര് കൂറ്റൻ കെട്ടിടങ്ങൾ പണിയായിരുന്നു ആ സമയത്ത്. അങ്ങനെ 4500 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ ഫറോവായിട്ടുള്ള കുഫു ഒരു കെട്ടിടം നിർമ്മിക്കുകയാണ്. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന പിരമിഡ് ഓഫ് ഗിസയിലെ ഏറ്റവും വലിയ പിരമിഡ്. 2.3 മില്യൺ ലൈം സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് പിരമിഡ്സ് ഉണ്ടാക്കിയത്. അതും 20 വർഷം എടുത്തു. അതിലെ ഓരോ കല്ലും 2.5 ടണ്ണോളം വെയിറ്റ് ഉണ്ടെന്നാ പറയുന്നത്. അന്നത്തെ കാലത്തെ മനുഷ്യന്മാര് മരം കൊണ്ടുണ്ടാക്കിയ സ്ലഡ്ജ് പോലത്തെ ഒരു ഉപകരണം വെച്ചിട്ടാണ് ഈ ടൺ കണക്കിന് വെയിറ്റ് ഉള്ള കല്ലുകൾ നീക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഫറോവായിട്ടുള്ള കുഫു പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണവും പാർപ്പിടവും ശമ്പളവും കൊടുത്ത് നിർത്തിയ നല്ല ടാലന്റഡ് ആയിട്ടുള്ള പണിക്കാരെ വെച്ചിട്ടാണ് ഈ പിരമിഡ്സ് ഉണ്ടാക്കിയതെന്നാണ് വിശ്വസിക്കുന്നത്. പ്രത്യക്ഷത്തിൽ 4 ഭാഗങ്ങളുള്ളൂ പിരമിഡിനെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഗവേഷകർ പറയുന്നത് പിരമിഡിന് 8 ഭാഗങ്ങളുണ്ട് എന്നാണ്. 146 അടി ഉയരമുള്ള പിരമിഡിന്റെ അടിയിലോട്ടും അതിന് ഇരട്ടിയായിട്ടുള്ള ഒരു ലോകം ഉണ്ട് എന്നാണ് പുതിയ കഥകളൊക്കെ വരുന്നത് കേട്ടോ. ഒരു ടെക്നോളജിയും ഇല്ലാതെ 4500 വർഷങ്ങൾക്ക് മുമ്പ് ഇവരിത് എങ്ങനെ ഉണ്ടാക്കിയതെന്നുള്ളത് ഇപ്പോഴും അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. 3 പിരമിഡ്സ് കൂടിയതാണ് പിരമിഡ്സ് ഓഫ് ഗിസ. അതിൽ ഏറ്റവും വലുതാണ് കുഫുവിന്റെ പിരമിഡ്. ഈ കൂറ്റൻ പിരമിഡിനുള്ളിൽ 3 ചാമ്പേഴ്സ് ഉണ്ട്. അതിലൊരു ചാമ്പറിന്റെ ഉള്ളിലാണ് കുഫുവിന്റെ മമ്മി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈജിപ്തിൽ പോയപ്പോ ഇതൊന്നും കാണാതെ പോവാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ ഞാനും കയറി ടിക്കറ്റ് എടുത്തിട്ട് അത് ശരിക്കും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയായിരുന്നു. കാരണം കുറെ നേരം കൂഴ്ന്ന് നടന്നു, കുറെ നേരം നിവർന്ന് നടന്നു, പിന്നെയും കൂഴ്ന്ന് നടന്നു. അങ്ങനെ കുറച്ച് അധികം വഴികൾ പോയിട്ടാണ് നമ്മൾ ഈ ചാമ്പറിന്റെ ഉള്ളിൽ എത്തുന്നത്. പക്ഷെ ചാമ്പറിന്റെ ഉള്ളിൽ ഇപ്പോ ആ കുഫുവിന്റെ മമ്മി ഇല്ല, എല്ലാം മ്യൂസിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പിരമിഡ് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രയധികം ആഭരണങ്ങളും വിലയേറിയ ഡ്രസ്സുകളും പവിഴങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ മമ്മീസിന്റെ കൂടെ. കുഫുവിന്റെ പിരമിഡിന്റെ അടുത്ത് തന്നെയാണ് കുഫുവിന്റെ മോനായ കുഫ്ര ഉണ്ടാക്കിയ പിരമിഡും അതുപോലെ തന്നെ മെങ്കോര ഉണ്ടാക്കിയ പിരമിഡും. ഈ 3 പിരമിഡ്സിനും കാവല് പോലെ ഒരു പ്രൊട്ടക്ടർ ആയിട്ട് ഒരു ശില്പം ഉണ്ട് അവിടെ. ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ശില്പം. അതിന് പറയുന്നത് സ്ഫിങ്സ് എന്നാണ്. സിംഹത്തിന്റെ ശരീരവും മനുഷ്യന്റെ മുഖമുള്ള ഈ ഒറ്റക്കല്ലിൽ തീർത്ത സ്ഫിങ്സ് ഈ 3 പിരമിഡ്സിന്റെയും ഫ്രണ്ടിൽ ഇങ്ങനെ പ്രൗഢിയോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. സ്കൂളിലും മദ്രസയിലൊക്കെ നമ്മൾ കേട്ട് മാത്രം പരിചയമുള്ള പിരമിഡ്സും ഫറോവമാരും മമ്മീസും നൈൽ നദിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ മാസമാണ് ഈജിപ്തിൽ പോയത്. ഇന്നത്തെ കാലത്തെ എഞ്ചിനീയർമാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എഞ്ചിനീയറിംഗ് വർക്കാണ് അന്നത്തെ കാലത്ത് ഈ ഈജിപ്ഷ്യൻസ് അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. എൻ്റെ ഈ ഒരു ലൈഫിൽ എനിക്ക് പിരമിഡ്സ് കാണാൻ പറ്റിയതും അതിൻ്റെ ഉള്ളിൽ പോവാനും അവിടുത്തെ ചാമ്പേഴ്സും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനും അവിടുത്തെ ഹിസ്റ്ററി കണ്ടറിയാനും പറ്റിയത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഈജിപ്തിലെ വിശേഷങ്ങൾ കാണാൻ ഫോളോ ചെയ്യാട്ടോ.